എതിർക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്, ഗൾഫ് കൺട്രീസ്, ഗൾഫ് ജസീറത്തുൽ അറബിലെ രാജ്യങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദി അവരോട് യുദ്ധം ചെയ്യും. ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഗ്സൂന ജസീറത്തുൽ അറബ് യഫ്തഹുല്ലാഹ്, നിങ്ങൾ അറേബ്യൻ ഗൾഫിനോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് തരും. സുമ്മ തഗ്സൂന ഫാരിസ, പിന്നീട് നിങ്ങൾ പേർഷ്യയോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന റൂം, പിന്നീട് നിങ്ങൾ പാശ്ചാത്യ ശക്തികളോട്, യൂറോപ്പിനോട്, അമേരിക്കയോട് യുദ്ധം ചെയ്യും. ഫയഫ്തഹുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് തരും. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വലിയ ആഗ്രഹമായി പടച്ചോനെ ആ കാലം വരെ ജീവിക്കണമെന്ന്, അല്ലേ? ഇമാം മഹദിയെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇമാം മഹദി രംഗത്ത് വരുമ്പോ ആദ്യം എതിർക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. ഇമാം മഹദിക്കെതിരെ ഒരു സൈന്യം രൂപപ്പെടും. ആ സൈന്യം മദീന വിട്ട് മക്കത്തേക്ക് എത്തുമ്പോൾ ഫൈദാ കാനൂ ബിബൈദാ യുഖ്സഫു മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, അവരെ അല്ലാഹു ഒരു മൈതാനത്ത് വെച്ച് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും. എല്ലാവരും മരിച്ചു പോകും. 2-3 പേരെ അല്ലാഹു ബാക്കി വെക്കും. എന്തിന്? ലോകത്തിങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് മാലോകരെ ഒന്ന് അറിയിക്കണ്ടേ? അതിന് 2-3 ആളുകളെ അല്ലാഹു ബാക്കി വെക്കും. അവരിലൂടെ ലോകം അറിയും. പരിശുദ്ധ ഹറമിൽ വെച്ച് ബൈഅത്ത് ചെയ്ത ആ സംഭവത്തോടുകൂടി അവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട ഈ മുസ്ലിം സൈന്യത്തെ അള്ളാഹു ഭൂമിയെ കൊണ്ട് വിഴുങ്ങി എന്ന് വരുമ്പോ എല്ലാവരും പിന്നെ ഇമാം മഹദിയെ അംഗീകരിക്കുകയാണ്. നോക്കൂ, ഇമാം മഹദി വൻ രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യും. അമേരിക്കയോട്, യൂറോപ്പിനോട്, ജപ്പാൻ, റഷ്യ, ചൈനയോട്. ഇതെല്ലാം ഹദീസിൽ വരുന്നുണ്ട്. എല്ലാം 9-10 മാസങ്ങൾക്കുള്ളിൽ തീരും. ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് മൽഹമത്തുൽ കുബ്ര, ജൂത ക്രൈസ്തവർ വിശ്വസിക്കുന്ന ആർമഗഡൻ യുദ്ധം. മുസ്ലിമീങ്ങൾക്ക് അതേക്കുറിച്ച് വളരെ കുറച്ച് അറിവേ ഉള്ളൂ. ആർമഗഡൻ യുദ്ധം, ആ യുദ്ധത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദജ്ജാലിന്റെ പുറപ്പാടും. നോക്കൂ, 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ കൂട്ടത്തിൽ പടപൊരുതും, മുസ്ലിമീങ്ങളെ നേരിടുമെന്ന് ഹദീസിലുണ്ട്. 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടുവരുന്ന യുദ്ധം സംഭവിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇമാം മഹദിയുടെ ആ സംഭവങ്ങളെല്ലാം നമ്മളൊന്ന് പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹദി ഇമാമിന്റെ പുറപ്പാടോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ആ ആകാശത്തു നിന്നുള്ള പുനരാഗമനം സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം വഇമാമുകും മിൻകും. കൈഫ അൻതും, നിങ്ങൾക്കെന്തൊരു സന്തോഷമായിരിക്കും. ഇദാ നസല ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഇറങ്ങി വരുമ്പോൾ, വഇമാമുകും മിൻകും, അപ്പോൾ നിങ്ങളുടെ ഇമാം, നിങ്ങളിൽ നിന്നുള്ള ഇമാം ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇമാം മഹദി ജീവിച്ചിരിക്കുമ്പോൾ വന്നു കഴിയുമ്പോഴാണ് ഈസാ നബി ഇറങ്ങി വരുന്നത് അലൈഹിസ്സലാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ അസീദുൽ ഗഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇത്തലഅൻ നബിയു അലൈനാ, പ്രവാചക പുങ്കവർ ഞങ്ങളിലേക്ക് വന്നു ഒരു ദിവസം. വനഹനു നതദാക്കർ, ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ തദ്കുറൂൻ, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? നദ്കുറു സാഅത യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഖിയാമത്ത് നാളാണ് ചർച്ച ചെയ്യുന്നത്. അവിടെന്ന് പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ, അത് സംഭവിക്കുകയില്ല. ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്ത്, 10 അടയാളങ്ങൾ പുലരുന്നത് വരെ. 10 അടയാളം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 10 അടയാളം വിവരിക്കാം. സമയം പരിമിതമാണ്, എന്നാലും ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് ആ 10 അടയാളം? ഫദക്കറ ദുഖാൻ, അവിടെ നിന്ന് എണ്ണി, ഒന്ന് പുക പുറപ്പെടുകയാണ്. വദ്ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുകയാണ്. വദ്ദാബ, ദാബത്തുൽ അർള് പുറപ്പെടുകയാണ്. വനുസൂലു ഈസാ ഇബ്നു മറിയം, ഈസാ നബിയുടെ പുനരാഗമനം. വയജൂജ് വമഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടുകയാണ്.
വതുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. വസലാസത്തു ഖുസൂഫ്, 3 ഭൂകമ്പങ്ങൾ സംഭവിക്കും. ഭൂമി ആഴ്ത്തപ്പെടുകയും ചെയ്യും. ഹസ്ഫുൻ ബിൽ ജസീറ വഹസ്ഫുൻ ബിൽ മഗ്രിബി വഹസ്ഫുൻ ബിൽ മശ്രിഖി, ഒന്ന് കിഴക്കൻ നാടുകളിൽ, ഒന്ന് അറേബ്യൻ ഉപദ്വീപിൽ, ഒന്ന് പടിഞ്ഞാറൻ രാജ്യത്ത്. 3 സ്ഥലത്ത് ഭൂകമ്പവും ഭൂമി ആഴ്ത്തലും ഉണ്ടാകും. 9. 10ാമത്തത് വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദുഹും ഇലാ മഹ്ശരിഹിം ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടുകയാണ്. പ്രപഞ്ചത്തിന്റെ ഘടന തെറ്റുന്ന 1ാമത്തെ അടയാളമാണ് ഈ തീനാളം. നോക്കൂ, ആ തീയാണ് ജനങ്ങളെ തതുറുദുഹും ഇലാ മഹ്ശരിഹിം, അവരെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മൽഹറുൽ അതം സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് വിശദീകരിക്കാം അല്ലേ? 10 അടയാളം നമുക്ക് വിശദീകരിക്കാം. 1ാമത്തെ അടയാളം ദുഹാൻ പുറപ്പെടും. ദുഹാൻ മീനിങ് പുക. സൂറത്ത് ദുഹാനിൽ അല്ലാഹു തആല 10, 11, 12 ആയത്തുകളിൽ ഈ അടയാളമാ പറയുന്നത്. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ശൻ നാസ് ഹദാ അദാബുൻ അലീം റബ്ബനാ ക്ഷിഫ് അന്നൽ അദാബ് ഇന്നാ മുഅ്മിനൂൻ. നീ പ്രതീക്ഷിച്ച ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ, ആകാശം കൊണ്ടുവരുന്ന ദിവസം വ്യക്തമായ ധൂമപടലത്തെ, പുകയെ. യഗ്ശന്നാസ്, ഈ പുക ജനങ്ങളെ ആവരണം ചെയ്യും, മൂടും. ഹദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ പണിഷ്മെന്റാണ്, അദാബാണ്. റബ്ബനാ ക്ഷിഫ് അന്നൽ അദാബ്, അന്ന് ജനങ്ങൾ പറയും, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഈ അദാബിനെ, പണിഷ്മെന്റിനെ നീ മാറ്റണമേ. ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങളിതാ വിശ്വസിക്കാം. പുക പുറപ്പെടും. ആ പുകയ്ക്ക് വല്ല പ്രസക്തിയുണ്ട്? നിങ്ങൾ പറയും, പുകയല്ലേ, വീട്ടിലെ പുകയല്ല. ഈ ദുനിയാവ് മുഴുവനും ഒരു അടുപ്പ് പോലെയാകും. ഈ ദുനിയാവ് മുഴുവനും പുക കൊണ്ട് മൂടും. 40 ദിവസം. നോക്കൂ, അന്ന് മുഅ്മിനും കാഫിറും വേർതിരിക്കപ്പെടും. അന്ന് മുഅ്മിനിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കസ്സുക്കാം, ഒരു ജലദോഷം പോലെ അനുഭവപ്പെടും. 40 ദിവസത്തെ ഒരു ജലദോഷം. അല്ലാഹു സലാമത്താക്കട്ടെ. മുനാഫിക്കിന്, കപടവിശ്വാസിക്ക്, നാസ്തികർക്ക്, സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. ഈ പുക അവര് വായിലൂടെ എടുത്തിട്ട് മലദ്വാരത്തിലൂടെയും മൂക്കിലൂടെയും ചാടുന്ന അവസ്ഥയാണ്, പുറപ്പെടുവിക്കും, നിർഗളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? വായിലൂടെയും മൂക്കിലൂടെയും പുക ചാടിയാൽ 40 ദിവസം എന്തായിരിക്കും അവസ്ഥ അല്ലെ? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഹാദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ ശിക്ഷയാണ്. പടച്ചോ നമ്മളെല്ലാം സലാമത്താക്കട്ടെ. ഇത് 40 ദിവസം ഭൂമിയിലുണ്ടാവും. കൊല്ലത്ത് മാത്രമല്ല, പള്ളിമുക്കിൽ മാത്രമല്ല, ദുനിയാവ് മുഴുവനും പുകയിൽ മൂടി നിൽക്കും. ഭയങ്കര അസ്വസ്ഥതയല്ലേ പുക അല്ലെ? സാമൂഹിക പ്രശ്നങ്ങൾ, വർഗീയ ലേളയൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് ആദ്യം വന്നാൽ എന്ത് ചെയ്യും? ടിയർ ഗ്യാസ് പൊട്ടിക്കും അല്ലെ? പിന്നെന്താ, വാട്ടർ പീരങ്കിയോ, വെള്ളം കൊണ്ടുള്ള വെടിയുണ്ട അല്ലെ, അതങ്ങ് ചീറ്റി വിടും. അല്ലാഹു പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 1ാമത്തെ അടയാളമാണ് ദുഹാൻ. ചില റിവായത്തിൽ ഇത് ലാസ്റ്റ് സംഭവിക്കും എന്നും വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ റിവായത്തില് ആദ്യമാണ് എണ്ണിയത്. 2ാമത്തത് ദജ്ജാൽ പുറപ്പെടുകയാണ്. 2ാമത്തെ അടയാളം ദജ്ജാല് പുറപ്പെടുകയാ. ആരാ ദജ്ജാൽ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ, ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ലോകാന്ത്യം വരെ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു ഇഷ്യൂ, വലിയ ഒരു സംഭവം നടന്നിട്ടില്ല. ഏറ്റവും വലിയ സംഭവമാണ് ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്റ, ഇടത് കണ്ണ് പൊട്ടിയവനാണ്. ജുഫാലു ഷഅർ, ദേഹത്ത് മുഴുവനും രോമകൂപങ്ങളുണ്ട്, രോമൻ ജഡികമായ അവസ്ഥയില.
ജട പിടിച്ച അവസ്ഥയില. ജുഫാലു ശഅർ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്തൂബ